ഇനി പനീർ ബട്ടർ മസാലയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടില് നാൻ തയ്യാറാക്കാം. അതെങ്ങനെയാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നാൻ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് കേട്ടോ. തൈര് ഞാൻ നല്ല വെള്ളം അരിച്ചെടുത്തിട്ടുള്ള തൈരാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരും ഷുഗറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ഈ മൈദയിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കണം. അതിന് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുൽച്ചയ്ക്ക് മാവ് കുഴച്ചില്ലേ, ഏകദേശം അതേപോലത്തെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല കുൽച്ചിയും നാനും കൂടി. അതേപോലെ തന്നെ മാവ് കുറച്ച് സ്റ്റിക്കി ആവണമെന്നേ ഉള്ളൂ. കയ്യിലൊന്ന് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്താൽ മതി. കൈയിൻ്റെ മുകളിൽ വല്ലാതെ ഒട്ടില്ല. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, സാധാരണ പച്ചവെള്ളമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മാവ് ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഒന്ന് തടവി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കത് മൂടിയിട്ട് വെക്കണം. 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഒരു 1-1.25 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ട് ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ ആ മാവ് 5 ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പലകേന്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ പരത്താം കേട്ടോ. നമ്മൾ കുൽച്ചയ്ക്കൊക്കെ പരത്തിയില്ലേ, അതേ ഷേപ്പ് തന്നെയാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. അത്ര തിക്നെസ് വേണ്ട കേട്ടോ. അതോ ഇതാണ്, ഈ ഒരു തിക്നെസ്സിൽ മതി. ഇതാണ് നാനിന്റെ കറക്റ്റ് പാകം. കുറച്ച് കനം കുറച്ച് പരത്തിയാലാണ് നമുക്ക് കുൽച്ചേനേക്കാട്ടിലും കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
കുൽച്ചയാകുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് കുറച്ച് തിക്കായിട്ടുള്ള ഒന്നാണ്. ഇത് അത്ര തിക്ക് വേണ്ട. ഇപ്പൊ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പുറത്ത് നല്ലോണം വെള്ളം നനച്ചെടുക്കണം. നമുക്ക് തവ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊങ്ങി ബബിൾസ് മാതിരി വന്നതിന്റെ ശേഷമാണ് നമ്മൾ തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത്. ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പ് തവയാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അത് ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നോൺ സ്റ്റിക്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി ഒട്ടി നിൽക്കില്ല. അതുകൊണ്ടാണ് ഇരുമ്പ് തവ ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം. നമുക്ക് ഇതേമാതിരി ഇട്ടെടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇതേമാതിരി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒന്ന് ഇതേമാതിരി കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോല കൊണ്ട് പരത്തിയാൽ മതി. രണ്ടാമത്തെ ഞാൻ അതേമാതിരി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് വെള്ളം പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും വെള്ളം പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതേമാതിരി ബബിൾസ് വരണം ആദ്യം. ചെയ്യുമ്പോൾ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തന്തൂർ അടുപ്പിൽ ഉണ്ടാക്കണ അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബബിൾസ് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു പിടിച്ചു കൊടുക്കാം. വല്ലാതെ ഇങ്ങനെ താഴ്ത്തി വെച്ചു കൊടുക്കണ്ട. എന്നാൽ ഫ്ലെയിം ഇതിന്റെ മുകളിലേക്ക് വരികയും വേണം. അതുകൊണ്ട് ഇതേമാതിരി നല്ല പൊങ്ങി വരുന്നുണ്ട്. നല്ല റൈസായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് കുഴച്ചതുകൊണ്ടാണ് അങ്ങനെ റൈസായി വരുന്നത്. അപ്പൊ നമുക്ക് ബട്ടർ നാനാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതേമാതിരി ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ അടി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി വിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് ഫ്ലെയിമിൽ വേവിച്ചതല്ലേ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം.
പനീർ ബട്ടർ മസാലയും ഞാനും രണ്ടും റെഡിയാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.